നമ്മൾ പല സന്ദർഭങ്ങളിലും ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നവരാണ്. ചില അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വീടിന് പുറത്ത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ മറ്റൊരാൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിരുന്നു. ഇതെങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ സേവ് ചെയ്യാൻ സാധിക്കുക? സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാകണം എന്നില്ല. വീട്ടിൽ ഉണ്ടായാലും വീട്ടിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്ത് എവിടെ വെച്ചാണെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ ഈ ആവശ്യപ്പെട്ടവർക്ക് വളരെ ഈസി ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ലൊക്കേഷൻ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാർ ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ മുകളിൽ ഹോം എന്ന ടാബ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. യൂസ് യുവർ കറണ്ട് ലൊക്കേഷൻ, അതുപോലെ തന്നെ ചൂസ് ഓൺ മാപ്പ്. നിങ്ങൾ വീട്ടിന് പുറത്താണെങ്കിൽ ചൂസ് ഓൺ മാപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഇവിടെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. യൂസ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അതാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ലൊക്കേഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ താഴെ സേവ് എന്ന് കാണാൻ സാധിക്കും. അവിടെ സേവ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇവിടെ ഡൺ എന്ന് കാണാൻ സാധിക്കും. ഡൺ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ സേവ് ആയി കഴിഞ്ഞു. ഇനി ഈ സേവ് ആയ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് എങ്ങനെ ഷെയർ ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ എവിടെയാണുള്ളത് അതൊക്കെ നമുക്ക് എങ്ങനെ നോക്കാം. ഇവിടെ വീണ്ടും ഗൂഗിൾ മാപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴെ യു എന്ന് കാണുന്നുണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ ഹോം എന്ന ഭാഗം വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത ആ ഒരു ലൊക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ തന്നെ നിങ്ങൾക്ക് ഇവിടത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരാൾ സെലക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാണ്. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ആ ഗൂഗിൾ മാപ്പിൻ്റെ ചിഹ്നം വരുന്നത് വരെ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതാ ഇപ്പോൾ ആ ഒരു ചിഹ്നം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സെൻഡ് കൊടുക്കുക. ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളുടെ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ മുൻപേ ഇതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ ലൊക്കേഷൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്നായാലും നിങ്ങളുടെ ലൊക്കേഷൻ ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്കത് വേണ്ട എങ്കിൽ ഗൂഗിൾ മാപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ യു എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഹോം എന്ന ഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് ഐക്കൺ ഉണ്ട്, അതുപോലെ തന്നെ റിമൂവ് ഹോം ഉണ്ട്. റിമൂവ് ഹോം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ നിന്നും റിമൂവ് ആകുന്നതായിരിക്കും, ഡിലീറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ ഇതുപോലെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.